ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇനി ഞാൻ പഞ്ചസാര ഒന്നും ചേർക്കണ്ടാത്ത ചിയാ സീഡ് കൊണ്ടുള്ള നല്ലൊരു സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ചിയാ സീഡാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ചിയാ സീഡാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അതുപോലെ തന്നെ 4 കപ്പ് പാൽ ഒഴിച്ചിന്. അപ്പോൾ നിങ്ങൾക്ക് തിക്നെസ് കുറച്ച് മതി, കുറച്ച് ലൂസായിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ കൂടുതൽ എടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ഒരു 4-5 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാൻ കുതിരാൻ വേണ്ടി വെക്കുന്നത് ഫ്രിഡ്ജിൽ തന്നെയാണ്. ചെറിയൊരു തണുപ്പുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു സാലഡ് നമുക്ക് രാത്രി കാർബ്സുള്ള ഫുഡൊക്കെ കഴിക്കുന്നതിന് പകരം ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ആരോഗ്യത്തിനും നല്ലതാണ്, തടിയും കുറയും. അപ്പോൾ കുതിരാനിട്ടപ്പോൾ ചിയാ സീഡ് കുറച്ച് കട്ടായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ കട്ടൊക്കെ കളഞ്ഞിട്ട് നല്ലോണം ഇളക്കി മാറ്റി വെച്ചിന്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് ചേർക്കാം. അപ്പോൾ ഞാൻ ആപ്പിൾ എടുത്തിന്. അതുപോലെ നമുക്കിതിലേക്ക് ആപ്പിൾ, മുന്തിരി, വത്തക്ക, മാങ്ങ, നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നേന്ത്രപ്പഴം, നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സൊക്കെ ചേർക്കാം. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയതാക്കി അരിയരുത്. നമ്മളെ കൊണ്ട് എത്രത്തോളം ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി അരിയുക. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ്, ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റൊക്കെ അതിലേക്ക് മിക്സായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിൽ അരിഞ്ഞിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർക്കാം. പിന്നെ കുറച്ചൊരു മധുരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സിനും മധുരത്തിനും പുറമെ ഞാൻ കുറച്ച് ഡേറ്റ്സ് ചേർത്തിന്. ഡേറ്റ്സ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർക്കുക. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് പാലുമായിട്ട് മിക്സായിട്ട് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിക്കോളും. പിന്നെ അതുപോലെയൊക്കെ അനാർ ചേർത്തിന്. പിന്നെ വത്തക്ക ചേർക്കുന്ന സമയത്ത് അതിലുള്ള കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർക്കുക. അപ്പോൾ ആ വത്തക്കൻ്റെ ആ ഒരു വെള്ളം കൂടി ഇതിലുണ്ടാവും. അതുപോലെ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് രാത്രി ഭക്ഷണം ഒഴിവാക്കുന്ന ആൾക്കാർ ഇതുപോലുള്ള ഒരു സാലഡ് കഴിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഏതായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഷെയർ ചെയ്യണേ.